അതെ, ഞങ്ങൾ തമ്മിലാണല്ലോ ഏറ്റവും വലിയ ബന്ധം. മുസ്ലിം ലീഗിൻ്റെ കരുത്തും കോൺഗ്രസിൻ്റെ കരുത്തും യോജിക്കുമ്പോഴാണ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി കരുത്താവുന്നത്. അതുകൊണ്ട് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പോളിസിയാണ്. അപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തങ്ങളോടും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബോടും വന്ന് ഇത്രാം തീയതി നോമിനേഷൻ കൊടുക്കുന്നു എന്ന് പറയാൻ അതെൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി വന്നതാണ്. കണക്ക് കൂട്ടലൊക്കെ വർദ്ധിച്ച് വരികയാണ്. പ്രതീക്ഷക്കപ്പുറത്തേക്ക് പോവുകയാണ് നമ്മൾ. ഇന്നലെ വരെയുള്ള പ്രതീക്ഷയല്ല പ്രതീക്ഷ നമുക്ക് കൂടുകയാണ്. കാരണം നിങ്ങൾക്കറിയാലോ, ഓരോ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകള് കേസ് കുടുങ്ങിയത് ഒക്കെ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജായിട്ട് വരികയാണ്. ഞങ്ങളിത് നേരത്തെ എത്രയോ മുമ്പ് പറഞ്ഞതാ. ആ പറഞ്ഞപ്പോഴൊക്കെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിൻ്റെ തലവൻ, ആ തലവൻ ഇപ്പോൾ തല പൂഴ്ത്തിക്കിടക്കുകയാണ്. അതൊക്കെ ഒരു പൊളിറ്റിക്കലി വലിയ ചേഞ്ചല്ലേ. ആ ചേഞ്ച് അതൊക്കെ ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന ഇവർക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാക്കുന്ന അഭിപ്രായം വളരെ ശക്തമായി എതിരായ അഭിപ്രായം വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മുടെ UDF സംവിധാനം വളരെ ശക്തമാണ്. ഒരു അഭിപ്രായ വ്യത്യാസം എവിടെയുമില്ല. അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ സാധിക്കുന്ന ഇന്നത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസും കരുത്തുറ്റ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ സംഘടന കെട്ടുറപ്പ്. എങ്ങനെ സാമ്പത്തിക ബാധ്യതയാണ് ഉദ്ദേശിക്കുന്നത്? അതിലുണ്ടല്ലോ ഇലക്ഷൻ്റെ ചെലവ് എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയാണ്. ഒരു ഇലക്ഷന് വേണ്ടുന്ന ചെലവ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഏത് സ്ഥാനാർത്ഥിയായാലും ആ ചെലവ് വേണം മിനിമം. അതുണ്ടാക്കാനുള്ള കൈമൽ നമ്മൾക്ക് കിട്ടേണ്ടുന്ന കാശൊക്കെ അവിടെ കേന്ദ്രം അടിച്ച് പൊളിച്ച് കൊണ്ടുപോകല്ലേ. നമുക്ക് യാതൊരു രക്ഷയില്ലല്ലോ. ഇതൊരു ഇത്ര നെറികെട്ട ഒരു ജനാധിപത്യ വിരുദ്ധ നടപടി ഈ ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തൂല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം. ഇങ്ങനെയൊന്നും ഒരു തറ ആവരുത് ഒരു ഭരണകൂടം. ഇത്തിരി അന്തസ്സും അഭിമാനവും ആഭിജാത്യവും കാണിക്കണം. ഒരു ജനാധിപത്യ മര്യാദ കാണിക്കാനുള്ള ബാധ്യത ഈ അഖിലേന്ത്യാ ഗവൺമെൻറ്റിനുണ്ട്, നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇതൊക്കെ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അധികാരം കയ്യിലുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് ഞങ്ങൾക്കും ചെയ്യാം. പക്ഷേ ഞങ്ങൾ താത്വികമായി ഇതിനോടൊക്കെ എതിർക്കാനും അനുകൂലിക്കാനും ശ്രമിക്കുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും ഈ വഴിക്ക് പോകില്ല. നല്ല ബുദ്ധിയുള്ള ഒരാളും ഈ വഴിക്ക് പോകില്ല. തെറ്റായ വഴിക്ക് ചിന്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബുദ്ധിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. എന്തേ? അല്ല, ഞങ്ങളെങ്ങനെയെങ്കിലും കാശുണ്ടാക്കും. അത് ജനങ്ങളെ കണ്ടിട്ടും പോക്കറ്റിൽ 10 രൂപ വാങ്ങിയിട്ട് നമ്മൾ ഫണ്ടുണ്ടാക്കും. അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാശുണ്ടാക്കും. പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് പൈസ നമുക്ക് അങ്ങനെ കിട്ടുമ്പോഴൊരു സൗകര്യം ഉണ്ടല്ലോ. നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സമയം കിട്ടും, സാവകാശം കിട്ടും. ഇതിനിപ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ പബ്ലിക് കളക്ഷന് വേണ്ടി നമ്മൾ കുറേ സമയം മെനക്കെടണം, അത്രയേ ഉള്ളൂ. പൈസ എല്ലാം കിട്ടും. ത്രികോണം മത്സരം ഉണ്ടാവും, പക്ഷേ ജയിക്കുന്നില്ല ഒരു പ്രശ്നമേ ഇല്ല. ത്രികോണ മത്സരം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. ഒരിക്കലുമില്ല ഒരിടത്തും. ഏതാ അതിലെ പൗരത്വ ഭേദഗതി വിഷയം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അത് നമ്മൾ അറബിക്കടലിൽ കൊണ്ട് കളയുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പോഴും ഞാനത് ആവർത്തിച്ച് പറയുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആ നിയമം ഞങ്ങൾ എടുത്തിട്ട് അറബിക്കടലിൽ കൊണ്ടുപോകും. ഇന്ത്യ രാജ്യത്തത് അനുവദിക്കില്ല. ഞങ്ങൾ ഇവിടെ മതേതര ഒരു പ്രസ്ഥാനമല്ലാതെ, മതേതര വീക്ഷണമല്ലാതെ, മതാധിഷ്ഠിത വീക്ഷണം ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങളതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യും. ആര് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ നിലപാട് പറഞ്ഞില്ല എന്നൊരു വിമർശനം മുഖ്യമന്ത്രിക്ക് ഉന്നയിച്ചിരുന്നു മലപ്പുറത്തെ ഒരു പരിപാടി. അത് എനിക്ക് ഉത്തരം പറയാൻ എനിക്ക് ബാധ്യതയില്ല. കാരണം അഖിലേന്ത്യാ പ്രസിഡന്റിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ ചോദ്യോത്തരത്തിന് ഉത്തരം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇതാണ്. അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്കകത്ത് അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡ് എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഓർമ്മയാണ്. ഇന്ത്യ മുന്നണി എന്നുള്ളത് അധികാരത്തിലെത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? അല്ല, നിങ്ങൾക്കെന്താ തോന്നുന്നത്? നമുക്കിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോണറിലും നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കടന്നു വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു രീതിയിലാണ് നമ്മൾ പിന്നെ ഇന്ത്യ മുന്നണി ഇന്നലെ വരെ അവഗണിക്കപ്പെട്ട പ്രദേശത്തൊക്കെ ഇന്ത്യ മുന്നണി ഇപ്പം ശക്തമാണ് എന്നൊരു ഫീലിംഗ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായി വരുമ്പം ഇലക്ഷൻ റിസൾട്ട് മൊത്തം മാറും. പിണറായി വിജയന്റെ മകൾക്ക് നേരെയുള്ള ഇ ഡി അന്വേഷണം ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം പോലെ തന്നെയാണ് CPM വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നേരത്തെ അകത്ത് പോകേണ്ടതായിരുന്നല്ലോ, പോയില്ലല്ലോ. എന്തുകൊണ്ട് പോയില്ല? അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? പിണറായി വിജയൻ എന്തുകൊണ്ട് പോയില്ല? എത്ര കേസുകളുണ്ട് പിണറായിൻ്റെ വിജയൻ അന്വേഷിക്കാൻ ഇ ഡിക്കും അതുപോലെ സെൻട്രൽ ഏജൻസിക്കും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഉത്തരം പറ ആദ്യം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ.